മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. പോപ്പുലർ ഫ്രണ്ട് ഭീകരരെ സഹായിക്കുന്ന നിലപാടുമായി സംസ്ഥാന സർക്കാർ. പോപ്പുലർ ഫ്രണ്ട് ഭീകരർ പ്രതിയായ കേസിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ അനുവദിക്കാൻ പോലും സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല. ഒളിച്ചു കളിക്കുകയാണ് ഇപ്പോഴും പിണറായി സർക്കാർ. കണ്ണൂർ കണ്ണവത്തെ ABVP പ്രവർത്തകൻ ശ്യാമപ്രസാദ് വധക്കേസിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ അനുവദിക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടിട്ടും സർക്കാർ ഇതുവരെ ഒരു ഇഞ്ച് അനക്കം നടത്തിയിട്ടില്ല. വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുകയാണ്. മിഥുൻ, നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഈ പോപ്പുലർ ഫ്രണ്ടിന് വേണ്ടി ഒത്താശ ചെയ്യുന്ന CPM-ന്റെ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഒക്കെ നിലപാടുകൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളിൽ നിന്ന് ഇത് കൂടുതൽ വ്യക്തമാവുകയാണ്. എത്രത്തോളം ഗുരുതരമായൊരു വീഴ്ചയാണ് ഇപ്പോൾ സർക്കാർ വരുത്തിയിരിക്കുന്നത്? മിഥുൻ, എത്ര വലിയൊരു വീഴ്ചയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? മിഥുൻ, ശ്യാമ, നമുക്കറിയാം പോപ്പുലർ ഫ്രണ്ട് ഭീകരർ പ്രതികളാകുന്ന കേസുകളിൽ സംസ്ഥാന സർക്കാർ ഉദാസീനമായൊരു നിലപാട് സ്വീകരിക്കുന്ന ഒരു ആക്ഷേപം തുടക്കം തൊട്ടേയുണ്ട്. അത് ശരിവെക്കുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കണ്ണൂർ കണ്ണവത്തെ ശ്യാമപ്രസാദിന്റെ കേസിലും സംഭവിച്ചിരിക്കുന്നത്. ആ കേസിൽ ഏതാണ്ട് 2 വർഷം മുമ്പ് തന്നെ കുറ്റപത്രം സമർപ്പിച്ച് അതിന്റെ വിചാരണ ആരംഭിക്കാൻ കോടതിയിൽ എല്ലാ നടപടികളും ആരംഭിച്ചതാണ്. പക്ഷേ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ അനുവദിച്ചു നൽകാൻ സംസ്ഥാന സർക്കാർ തയ്യാറായില്ല. തുടർന്ന് ഏതാണ്ട് 6 മാസം മുൻപ് ഈ ശ്യാമപ്രസാദിന്റെ കുടുംബം കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതിയെ 6 മാസം മുൻപ് ഈ ശ്യാമപ്രസാദിന്റെ കുടുംബം കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതിയെ സമീപിച്ച ഹൈക്കോടതി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ അനുവദിക്കാമെന്ന് ഉത്തരവിടുകയും ചെയ്തു. പക്ഷേ 6 മാസം കഴിഞ്ഞിട്ടും ഇതുവരെ സംസ്ഥാന സർക്കാർ അതിലൊരു ശരിയായ നടപടി സ്വീകരിച്ചില്ല, അല്ലെങ്കിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കാൻ വേണ്ടി തയ്യാറായിട്ടില്ല. അതുതന്നെയാണ് ഈ പോപ്പുലർ ഫ്രണ്ട് ഭീകരരെ സംസ്ഥാന സർക്കാർ സഹായിക്കുകയാണോ എന്നൊരു സംശയം ഉയരാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഇത്രയും പ്രമാദമായൊരു കേസ്, കൊല നടന്ന മണിക്കൂറുകൾക്കുള്ളിൽ പ്രതികളെ പിടിക്കുന്നു, 90 ദിവസത്തിനുള്ളിൽ തന്നെ കുറ്റപത്രം സമർപ്പിക്കുന്നു, വിചാരണ തുടങ്ങാൻ വേണ്ടി സാക്ഷികൾക്കുൾപ്പെടെ കോടതിയിൽ നിന്ന് നോട്ടീസ് പോകുന്ന ഒരു ഘട്ടം ഉണ്ടായിട്ട് പോലും സംസ്ഥാന സർക്കാർ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കാൻ തയ്യാറായില്ല എന്ന് പറയുമ്പോൾ അത് എന്തുകൊണ്ടാണ് ഈ പോപ്പുലർ ഫ്രണ്ട് ഭീകരരോട് മാത്രം ഇടത് സർക്കാരിന് ഇത്ര താല്പര്യം എന്നൊരു ചോദ്യം കൂടിയാണ് ഉയരുന്നത്. ഏതായാലും സംഭവവുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട്. കുടുംബം കഴിഞ്ഞ ദിവസം നമ്മോട് സംസാരിച്ചിരുന്നു. ഈ പോപ്പുലർ ഫ്രണ്ട് ഭീകരർ പ്രതികളാവുന്ന കേസുകളിൽ സർക്കാർ ഉദാസീനമായൊരു നിലപാട് സ്വീകരിക്കുന്നത് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് എന്ന് തന്നെയാണ് പിതാവ് ഉൾപ്പെടെ നമ്മോട് പങ്കുവച്ചത്. സംഭവത്തിൽ പ്രതിഷേധവുമായി ഹിന്ദു ഐക്യവേദിയും രംഗത്ത് വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഹിന്ദു ഐക്യവേദി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റായ വത്സൻ തില്ലങ്കേരി കഴിഞ്ഞ ദിവസം നമ്മോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഇത് ഉടൻ തന്നെ നീതി ലഭിക്കേണ്ട ഒരു കേസാണ്. ആ കേസിലാണ് ഇത്തരത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു അവഗണന അല്ലെങ്കിൽ അശ്രദ്ധ കൊണ്ട് അല്ലെങ്കിൽ ഈ പോപ്പുലർ ഫ്രണ്ടുകാരെ സഹായിക്കുന്ന ഒരു നിലപാട് കാരണം ഇങ്ങനെ വൈകി പോകുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത്. അതൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. നമുക്കറിയാം 2018 ഏതാണ്ട് ജനുവരി 19-നാണ് ശ്യാമപ്രസാദ് കൊല്ലപ്പെടുന്നത്. അന്ന് കാക്കയങ്ങാട് ITയിൽ പോയി ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി വരുന്ന വഴിയിലാണ് പോപ്പുലർ ഫ്രണ്ടുകാർ പതിയിരുന്ന് അദ്ദേഹത്തെ ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. കാറ് അദ്ദേഹം സഞ്ചരിക്കുന്ന ബൈക്കിൽ കാറിടിച്ച് വീഴ്ത്തിയാണ് അദ്ദേഹത്തെ വെട്ടിക്കൊലപ്പെടുത്തിയത്. ഏറെ ദുഃഖകരമായൊരു സംഭവമായിരുന്നു. വിദ്യാർത്ഥിയായിരുന്ന ഒരു യുവാവിനെയാണ് ഇത്തരത്തിൽ ക്രൂരമായി കൊല ചെയ്തത്. ആ കൊല നടത്തി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പ്രതികളെ വയനാട്ടിൽ വെച്ച് പിടിക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല കൃത്യമായ തെളിവുകൾ പോലീസിന് ശേഖരിക്കാനും കഴിഞ്ഞിരുന്നു. കാരണം ചോര പുരണ്ട വസ്ത്രങ്ങളോടുകൂടിയാണ് ഈ പ്രതികളെ പോലീസ് പിടികൂടിയത്. അത് കേസിലെ നിർണായക തെളിവായി മാറുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ എല്ലാ സംഭവങ്ങളും, അതായത് കേസിൻ്റെ വിചാരണ തുടങ്ങാൻ ആവശ്യമായ അല്ലെങ്കിൽ വിചാരണയ്ക്ക് വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും കഴിഞ്ഞു. പക്ഷേ വിചാരണ വേളയിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ സർക്കാർ അനുവദിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അത് നീതി നിഷേധം തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ശ്യാം, അല്ല, ഇതിൽ അത് തന്നെയാണ് ഏറ്റവും പ്രധാനം മനസ്സിലാക്കാൻ കഴിയാത്തത്. ഇതൊക്കെ ഒരു പ്രൊസീജിയർ അല്ലേ? ഇതൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബഹുമാനപ്പെട്ട ഹൈക്കോടതി വരെ പറഞ്ഞു. യെസ്, ഒരു നിമിഷം മിഥുൻ. ഇപ്പോൾ പൊളിറ്റിക്കൽ അനലിസ്റ്റ് സാമൂഹ്യ നിരീക്ഷകൻ കൂടിയായ ശ്രീ അരുൺ മോഹൻ ചേരുകയാണ്. പക്ഷേ ഇതെന്താ ഇവിടെ നടക്കുന്നത്? ഒരു പ്രധാനപ്പെട്ട ഒരു കേസിൽ ഒരു പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കാൻ പോലും സർക്കാർ ഒളിച്ചു കളിക്കുകയാണ്. അത് പ്രതിസ്ഥാനത്ത് പോപ്പുലർ ഫ്രണ്ട് എന്ന ഭീകര സംഘടന ആയതുകൊണ്ടാണോ? പോപ്പുലർ ഫ്രണ്ടിനെ സഹായിക്കുന്ന നിലപാട് സർക്കാർ സംവിധാനങ്ങൾ ഇന്നലെ തുടങ്ങിയതല്ല. നമുക്ക് ഈ സർക്കാരിന്റെ പോലീസ് സംവിധാനങ്ങളുടെയൊക്കെ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് പച്ച വെളിച്ചത്തെക്കുറിച്ചൊക്കെ മുമ്പ് ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പം പോലീസ് അധികാരികൾ, അതുപോലെ സർക്കാർ സംവിധാനങ്ങളിലെ ഉന്നത അധികാര സ്ഥാനത്തിരിക്കുന്നവര്, ഇവരൊക്കെ പോപ്പുലർ ഫ്രണ്ടിന്റെ വക്താക്കളായിട്ട് കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കേരളത്തിൽ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചത്
ആലങ്കാരികമായി മാത്രമേ നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. ഇതൊക്കെ വിശാൽ വിഷയത്തിൽ നമ്മൾ കണ്ടതാണ്. 8 വർഷങ്ങൾക്ക് ശേഷമാണ് പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കുന്നത്. 8 വർഷങ്ങൾക്ക് ശേഷം, അതായത് ഒരു ക്രൂരമായ ഒരു കൊലപാതകം നടന്നിട്ട് കേരളം മുഴുവൻ അപലപിച്ച ഒരു വലിയ വിഷയമുണ്ടായി. ഈ ഭീകര സംഘടനയുടെ നിരോധനത്തിലേക്കൊക്കെ എത്തിയതിന്റെ ഒരു കാരണം വിശാൽ വധം ആയിരുന്നു എന്നുള്ളവർ നമുക്കറിയാം. അതിൽ സംഭവിച്ചെന്താണ്? തെളിവുകൾ മുഴുവൻ നശിപ്പിക്കപ്പെടുന്ന സമയം വരെ കേസ് വലിച്ചു നീട്ടണം എന്നുള്ളത് നമ്മുടെ സർക്കാരിന്റെ തീരുമാനമായിരുന്നു എന്ന രീതിയിലാണ് കാര്യങ്ങൾ പോയത്. പിന്നെ മറ്റൊന്ന്, സാക്ഷികളെ കൃത്യമായി സ്വാധീനിക്കപ്പെട്ട വിഷയത്തിൽ അതിന്റെ വിധി വന്ന സമയത്ത് നമ്മൾ കണ്ടാണ്. എസ്എഫ്ഐയുടെ ആണെങ്കിലും കേസിന്റെ ആണെങ്കിലും ദൃക്സാക്ഷികളായിട്ടുണ്ടായിരുന്നവർ പോലും ഈ പോപ്പുലർ ഫ്രണ്ടിനെ അറിയില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതൊക്കെ വെറുതെ പറയുന്നതാണെന്ന് നമ്മൾ കരുതുന്നുണ്ടോ? ഈ വിദ്യാർത്ഥി സംഘടനകളെ നിയന്ത്രിക്കുന്നതും അവരെന്ത് പറയണം, എന്ത് ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്ന ഇവിടുത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷികളായ സർക്കാർ ഉണ്ടാക്കിയിട്ടുള്ള LDF UDF മാറിയാണ്. നിരവധി സാക്ഷികൾ ഇതിൽ മൊഴി മാറ്റുന്ന സാഹചര്യം ഉണ്ടായി, സാക്ഷികളെ സ്വാധീനിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ ഈ അവസാനം ഈ കണ്ണൂത്തെ ഷാഫുസാന്റെ കേസിൽ ഇപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഹൈക്കോടതി പറഞ്ഞതാണ് പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കണം. ഈ ഹൈക്കോടതിയുടെ വാക്കിന് കേരള സർക്കാർ പുല്ലുവില കൽപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇവരെ നിയന്ത്രിക്കുന്നത് ഇവിടെ ജനാധിപത്യ വ്യവസ്ഥകളോ നീതിന്യായ വ്യവസ്ഥകളോ ഒന്നും അനുസരിക്കാൻ തങ്ങൾക്ക് യാതൊരു ബാധ്യതയുമില്ലെന്ന് പൊതുസമൂഹത്തോട് ഒരു സർക്കാർ തന്നെ വിളിച്ചു പറയുകയാണ്. അരാജകത്വം എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. സുഹൃത്തുക്കളും ഈ ബന്ധുക്കളും ഒക്കെ നാളെ നീതി നടപ്പിലാക്കാൻ തെരുവിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ എന്തായിരിക്കും ഇവരുടെ പ്രതികരണം എന്നുകൂടി അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. ഏകപക്ഷീയമായിട്ട് നമ്മുടെ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നു. അതേപോലെ തന്നെ നിയമ സംവിധാനങ്ങളും കേസിന്റെ മെല്ലെപ്പോക്കും ബന്ധുക്കളോടും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളോടും സഹപ്രവർത്തകരോടും ഒക്കെ ചെയ്യുന്ന ഏറ്റവും വലിയ നീതികേടാണ്. ഇത് നമുക്ക് ഒരു കാരണവശാലും ന്യായീകരിക്കാൻ സാധിക്കുന്നതല്ല. അല്ല, എനിക്ക് തോന്നുന്നൊരു സംശയം, പക്ഷേ ഇപ്പോൾ അഭിമന്യുവിൻ്റെ ഏറ്റവും അവരെ സംബന്ധിച്ചിടത്തോളം, CPM-നെ സംബന്ധിച്ചിടത്തോളം, SFI-നെ സംബന്ധിച്ചിടത്തോളം ഒക്കെ അവർക്ക് വളർത്തിക്കൊണ്ടുവരാൻ പറ്റുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവ്. ആ നേതാവിൻ്റെ ചങ്കിൽ കഠാരി ഇറക്കി കുത്തിക്കൊലപ്പെടുത്തിയ പോപ്പുലർ ഫ്രണ്ട് ഭീകരരെ അവരെ പിടിച്ചത് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് മുന്നിലുണ്ട്. കൊറോണ വന്ന സമയത്ത് പേടിച്ച് ഓടി ഒളിച്ചതാണ് പോലീസ് സ്റ്റേഷനിലേക്ക്, എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ അതിലെ മുഖ്യപ്രതി. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനുശേഷം ഇവരുടെ നിലപാട് എന്തായിരുന്നു? വർഗീയത തുലയട്ടെ എന്ന് പറഞ്ഞ് കണ്ണിൽ കണ്ട മതിലെല്ലാം പോയി എഴുതി വെക്കുക. പോപ്പുലർ ഫ്രണ്ട് എന്നൊരൊറ്റ വാക്ക് ഇവർക്ക് പറയാൻ മുട്ടുപിറക്കുകയായിരുന്നു. ഈ കഴിഞ്ഞ ദിവസം ഇവിടെ ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ അടുത്ത് നിന്ന് അടി മേടിച്ചപ്പോൾ ഇവർ വേറെന്തോ ഒരു പദമൊക്കെയാണ് ഉപയോഗിച്ചത്, എന്തോ നിയോ ഫാസിസ്റ്റ് എന്തൊക്കെയോ, എനിക്കത് ഓർമ്മ വരുന്നില്ല. പക്ഷേ അപ്പോൾ ഈ പോപ്പുലർ ഫ്രണ്ട് എന്ന് കേൾക്കുമ്പോൾ CPM-കാർക്ക് മുട്ടുപിറക്കുന്നുണ്ടോ? 100%. പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന ഭീകര സംഘടന CPM-നെ വിഴുങ്ങി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ കാര്യം തിരിച്ചിവർക്ക് എതിർത്ത് ഒരു വാക്കുകൊണ്ട് പോലും സംസാരിക്കും. ഇവിടെ പരസ്യമായ ഒരു പ്രതിഷേധ പ്രകടനത്തിൽ ഒരു കൊച്ചു കുട്ടിയെ കൊണ്ട് അവലും മലരും കാത്തു വെച്ചോളൂ, നിങ്ങളുടെയൊക്കെ കാലന്മാര് വരുന്നുണ്ടെന്ന് പരസ്യമായിട്ട് വിളിച്ചു പറഞ്ഞിട്ട് ശക്തമായ രീതിയിൽ എന്തെങ്കിലും ഒരു തരത്തിൽ എല്ലാ ദിവസവും RSS-നെതിരെ 12 തവണ ആഞ്ഞടിക്കുന്ന ഒരൊറ്റ നേതാവ് പോലും ഒരു വാക്കുകൊണ്ട് പോലും അവര് ചെയ്യുന്നത് തെറ്റാണെന്നോ ഇത് കേരളത്തിൽ വിലപ്പോവില്ലെന്നോ ഞങ്ങൾ ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്നോ പറഞ്ഞ് നമ്മൾ കേട്ടോ? ഇല്ല. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഇന്നിപ്പോ നിലവിലെ ഭരണ സംവിധാനത്തെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും FDP ഒക്കെ ചേരുന്ന ഒരു ഭീകര കൂട്ടമാണ്. അപ്പൊ ആരുടെ കാല് പിടിച്ചും ആർക്ക് എന്ത് പ്രീണനം നിലപാടുകൾ സ്വീകരിച്ചും അധികാരത്തിൽ കടിച്ചു തൂങ്ങുക എന്ന ഇരുമുന്നണികളുടെ, CPM-ന്റെ മാത്രം പ്രശ്നമല്ല ഞാൻ പറഞ്ഞു വരുന്നത്, ഇരുമുന്നണികളുടെയും സമീപനമാണ് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഇവരെ വളർത്തിയത്. അഭിമന്യു വധക്കേസിൽ മുമ്പ് സൂചിപ്പിച്ച 100% ശരിയാണ്. അഭിമന്യു വധക്കേസിലെ പ്രതിയുടെ പഞ്ചായത്ത് കഴിഞ്ഞ തവണ SDPI-യുമായി ചേർന്ന് ഭരണം നടത്തിയത് എന്റെ സ്വന്തം പഞ്ചായത്ത്, എനിക്ക് വ്യക്തിപരമായി അറിയുന്ന കാര്യമാണ്. അവര് ഭരണം നടത്തിയത് CPM ആയിരുന്നു. അതിന്റെ തിക്തഫലം CPM ഇന്നിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പഞ്ചായത്തില് ആകെ 14 വാർഡുകളുള്ള ആ പഞ്ചായത്തിൽ ഇന്ന് ഒരു ഒറ്റ സീറ്റിൽ CPM ഒതുങ്ങിപ്പോയതിന്റെ ഒരേ ഒരു കാരണം ജനങ്ങൾ ഇത് കാണുന്നുണ്ട്. അതുകൊണ്ട് ഇന്നിപ്പോ നേരെ സാഹചര്യം മാറി. അവിടെ BJPക്ക് ഈക്വലന്റായ സീറ്റ് UDF നേടിയ സമയത്ത് SDPI UDF-നെ പിന്തുണച്ചിരിക്കുന്നു. അപ്പൊ ഇവരുടെയൊക്കെ സമീപനം ഏത് സമയത്തും അധികാരത്തിൽ കടിച്ചു തൂങ്ങാൻ, ഈ പോപ്പുലർ ഫ്രണ്ട് ആണെങ്കിലും SDPI ആണെങ്കിലും അത് തങ്ങളുടെ സഖാക്കളെ കൊന്നവരാണെങ്കിലും അതൊന്നും ഒരു പ്രശ്നമല്ല. നേരെ മറിച്ച് ഇവർക്ക് ആകെ സാധിക്കുന്നത് മതിലുകളിൽ വർഗീയത തുലയട്ടെ എന്ന് എഴുതി വെക്കുക എന്നുള്ളത് മാത്രമാണ്. യഥാർത്ഥത്തിൽ വർഗീയതയെ താലോലിക്കുകയും വർഗീയതയെ കൂടെ ചേർക്കുകയും സംഘർഷത്തിലും വലിയ വിഷയങ്ങൾക്കുമെല്ലാം അവരെ ഉപയോഗിക്കുകയും പകൽ സമയം മുഴുവൻ CPM-ന്റെ പ്രവർത്തകരായി, രാത്രികാലങ്ങളിൽ SDPI-യുടെ പ്രവർത്തകരായി പ്രവർത്തിക്കുന്ന മജോറിറ്റി ഇന്ന് CPM-നൊപ്പം ചേർന്ന് DYFI-യുടെ ഭാരവാഹികളായി
കേരളത്തിൽ, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, കേരളത്തിൽ ഈ SDPI പോപ്പുലർ ഫ്രണ്ട് മൈൻഡ് സെറ്റുള്ള MLA-മാർ കേരളത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു, പാർട്ടിയെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നു. ആലപ്പുഴ ജില്ലയിലൊക്കെ സംഭവിക്കുന്ന മറ്റൊന്നുമല്ല. പക്ഷേ ഇതാ പോപ്പുലർ ഫ്രണ്ടിനെതിരെ ED നീക്കം നടത്തിയപ്പോ നെഞ്ചുപൊട്ടി നിലവിളിച്ച അന്നത്തെ MP-യുടെ പ്രതികരണമുണ്ട്. പോപ്പുലർ ഫ്രണ്ട് ഓഫീസുകളിലും നേതാക്കളുടെയും വീടുകളുടെയും NIA-യുടെയും ED നടത്തുന്ന റെയ്ഡ് ഏകപക്ഷീയമാണ്. AM ആരിഫ് MP, CPM-ന്റെ മുൻ MP, തേജസ്സിൽ വന്ന വാർത്തയാണ്. അല്ല, അത് കൃത്യമാണ്. അത് ഞാൻ പേരുകൾ, ചില പേരുകൾ ഞാൻ സൂചിപ്പിക്കുന്നില്ല, സൂചിപ്പിച്ച പേരുകൾ ഇപ്പം ശ്യാം പറഞ്ഞതുള്ളത് മാത്രമേ ഉള്ളൂ. കേരളത്തിൽ നമുക്ക് മുന്നിലുണ്ടല്ലോ മാഷെ, ഇതൊക്കെ ഇത് പകൽ പോലെ ഇങ്ങനെ മുന്നിലുണ്ടല്ലോ. അതെ, അല്ല, ഇത്ര പരസ്യമായ രീതിയിലൊരു സമീപനം സ്വീകരിക്കുന്ന സമയത്ത് പാർട്ടി എന്തുകൊണ്ട് ഇവരോട് വിലക്കാൻ തയ്യാറാവുന്നില്ല? ഞങ്ങൾ വർഗീയതക്കെതിരാണ്, എന്നാൽ പരസ്യമായി തന്നെ ഇപ്പൊ മതരാഷ്ട്ര സ്ഥാപനമാണ് ഞങ്ങളുടെ ഉദ്ദേശമെന്ന് പരസ്യമായി പറഞ്ഞൊരു സംഘടനയെ VD സതീശൻ കൂടെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവരുടെ ലക്ഷ്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. ഞങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് അവർ മൃദുവായി സംസാരിക്കുന്നു എന്നൊക്കെ വെറും എന്താണ് പറയുന്നത്, മനുഷ്യനെ എന്താ പറയാ, ഈ കേൾക്കുന്ന സമയത്ത് നമുക്കൊക്കെ പുച്ഛവും പരിഹാസവും തോന്നുന്ന രീതിയിലാണ് കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ രണ്ടുപേരും ഈ ഇസ്ലാമിക ഭീകരവാദികളെ തലോടി കൂടെ നിൽക്കുന്നത്. പക്ഷേ ഇതിന്റെയൊക്കെ ബലിയാടുകളാവുന്നത് ഈ തരത്തിൽ ഈ ശ്യാമപ്രസാദിന്റെയും അതേപോലെ വിശാലിന്റെയൊക്കെ കുടുംബങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ, മകൻ നഷ്ടപ്പെട്ട അമ്മ, അച്ഛൻ, ഇവരുടെയൊക്കെ മുന്നിൽ, അവരുടെയൊക്കെ മുഖത്ത് നോക്കിക്കൊണ്ടാണ് ഈ അപഹാസ്യമായ നിലപാടുകൾ മുന്നണികൾ സ്വീകരിക്കുന്നത്. അങ്ങേയറ്റം അപലപനീയമാണ്. വളരെ നന്ദി മാഷെ ഈ നിമിഷം ഞങ്ങൾക്കൊപ്പം പ്രതികരിച്ചതിന്. ഇപ്പോൾ നമുക്കൊപ്പം ABP നേതാവ് ശ്രീ EU ഈശ്വരപ്രസാദ് തത്സമയം ചേരുകയാണ്. ശ്രീ ഈശ്വരപ്രസാദ്, ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കടുത്ത അവഗണന കാണിക്കുകയാണ് ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ. പോപ്പുലർ ഫ്രണ്ട് പ്രതികളായ ഒരു കേസിൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കാൻ പോലും തയ്യാറാകുന്നില്ല, ഒളിച്ചു കളിക്കുകയാണ്. എത്രത്തോളം ശക്തമായി പ്രതിഷേധിക്കേണ്ട ഒരു സാഹചര്യമാണിപ്പോൾ? വലിയ സമരങ്ങള് ഈ സർക്കാർ നേരിടേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ ഒരു തീർച്ചയാണ്. അത്രയും വലിയ സമരങ്ങൾ നേരിടേണ്ടി വരും. കാരണം ഈ ശ്യാമപ്രസാദ് മരിക്കുന്ന ദിവസം കണ്ണൂര് അത്രയും ശക്തമായ സമരം കണ്ട സർക്കാരാണ് പിണറായി വിജയൻ സർക്കാർ. ഇത് SDPIക്ക്, ഇസ്ലാമിക തീവ്രവാദികൾക്ക് ഒത്താശ ചെയ്യുന്നതിന്റെ അവരുടെ സ്വഭാവത്തിന്റെ അവസാനത്തെ ഉദാഹരണമാണ്. ഇത് അംഗീകരിക്കാൻ വേണ്ടി പറ്റില്ല. ഇത്തരത്തിൽ കേരളത്തിലെ വിദ്യാർത്ഥികളുടെ അല്ലെങ്കിൽ ക്യാമ്പസുകളിൽ ഇസ്ലാമിക തീവ്രവാദികൾ കൊലപ്പെടുത്തിയ വിദ്യാർത്ഥികൾക്ക് നീതി കിട്ടുന്ന സമയം, ആ സമയത്ത് ആ നീതി നിഷേധിക്കാൻ വേണ്ടിയിട്ടുള്ള, ആ കുടുംബത്തിന്റെ നീതി നിഷേധിക്കാൻ വേണ്ടിയിട്ട് SDPI പോലെയുള്ള തീവ്രവാദ സംഘടനകൾക്ക് വളരാൻ വേണ്ടിയിട്ടുള്ള വളക്കുറായി മണ്ണായിട്ട് ഈ കേരളത്തെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഇടതുപക്ഷത്തിന്റെ പ്രവർത്തനമാണ്. ഇതിൽ വലതുപക്ഷവും വ്യത്യാസമൊന്നുമില്ല നമുക്ക് വിശാലിന്റെ കേസിൽ കാണാൻ വേണ്ടി സാധിക്കും. വിശാലിന്റെ കേസിലായാലും ശ്യാമപ്രസാദിന്റെ കേസിലായാലും നീതി കിട്ടുന്നത് അവസാനം വരെ ABP പോരാടും, യാതൊരു സംശയവുമില്ല. ആ സമയത്ത് ഇടതുപക്ഷ സർക്കാരും അല്ലെങ്കിൽ ഇടതുപക്ഷ രാഷ്ട്രീയ സംഘടനകളും അതേപോലെ വലതുപക്ഷ രാഷ്ട്രീയ സംഘടനകളും അതിനു വേണ്ടിയിട്ടുള്ള ഒത്താശ ചെയ്യാനാണ് തീരുമാനിച്ചെങ്കിൽ അവര് വലിയ പ്രതിഷേധങ്ങളെയും പ്രക്ഷോഭങ്ങളെയും നേരിടേണ്ടി വരും. അവരെ ഈ SDPIയെ സപ്പോർട്ട് ചെയ്യുന്ന, ഇത് അവസാനിച്ച് ഓടി ഒളിക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്ന രീതിയിലുള്ള പ്രക്ഷോഭങ്ങളെ ABPയുടെ ഭാഗത്തുണ്ടാവും. കാരണം ഇത് ഒരിക്കലും അംഗീകരിക്കാൻ വേണ്ടി പറ്റാത്തതാണ്. നീതി നിഷേധിക്കാൻ വേണ്ടിയിട്ട് ഒത്താശ ചെയ്തുകൊണ്ട് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തുകൊണ്ട് ഒരു സർക്കാർ ഒരു വിദ്യാർത്ഥിയുടെ നീതി നിഷേധിക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തനം നടത്തുകയാണ്. അതൊരിക്കലും അംഗീകരിക്കാൻ വേണ്ടി പറ്റില്ല. ഇത് കേരളത്തിലെ പൊതുസമൂഹത്തിന് മുമ്പിൽ തുറന്നു കാണിക്കുകയും അതോടൊപ്പം തന്നെ ഈ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ അനുവദിക്കുന്നവരെ ശക്തമായ സമരവുമായിട്ട് മുന്നോട്ട് പോകും. നിയമ പോരാട്ടം മാത്രമാണ് പ്രസാദ് ഇനി നമുക്ക് മുന്നിലുള്ള ഒരേ ഒരു വഴി. കേരളത്തിന്റെ തെരുവീതികൾ കാണാൻ പോവുകയാണ് ABPയുടെ സമരം. വിശാലിന്റെ കേസിലും അതെ, ശ്യാമപ്രസാദിന്റെ കേസിലും അതെ. ഈ നിയമ പോരാട്ടത്തിന്റെ ഒപ്പം തന്നെ നിയമ പോരാട്ടം ABP നടത്തി ശക്തമായി തന്നെ മുന്നോട്ട് പോകും. പക്ഷെ അതോടൊപ്പം തന്നെ ഈ സർക്കാർ കാണിക്കുന്ന വഞ്ചന, ഈ സർക്കാർ കാണിക്കുന്ന തീവ്രവാദങ്ങളോട് കാണിക്കുന്ന സമീപനം, അത് കേരളത്തിലെ പൊതുസമൂഹത്തെ തുറന്നു കാട്ടുന്നതിലെ ശക്തമായ പ്രക്ഷോഭങ്ങൾ കേരളത്തിലെ തെരുവീതികളെ അരങ്ങേറും. അതിലൊരു സംശയമില്ല. അത് കേരളത്തിന്റെ സർക്കാർ നേരിടാൻ വേണ്ടി തയ്യാറായിക്കോളൂ എന്ന് മാത്രമാണ് LDF സർക്കാരിനോട് പറയാനുള്ളത്. വളരെ നന്ദി. ഈശ്വരപ്രസാദാണ് ഇപ്പോൾ നമുക്കൊപ്പം ചേർന്നിരിക്കുന്നത്. ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ട് പോകും, ഒപ്പം നിയമ പോരാട്ടം നടത്തുമെന്ന് ABVP ഔദ്യോഗികമായി തന്നെ ഇപ്പോൾ ഈ ഫ്ലോറിൽ വ്യക്തമാക്കുകയാണ്, പ്രതികരിച്ചിരിക്കുകയാണ്.